ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയൊരു സൈറ്റിലാണ്. സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി സൈറ്റ് തന്നെയാണ്. നമ്മൾ പോകുന്നത് ഇവിടെ ഏകദേശം മുട്ടോളം തൊളിയാണ്. ഈ തൊളി ചവിട്ടി കയറി വേണമെങ്കിൽ നമ്മൾ പോകാൻ. ചേറാണ്, ഫുള്ള് കാടും പടലവും പാമ്പും പഴുതാരയും എല്ലാം കാണും. നമുക്കൊരു വൈബാണ്. ഇന്നത്തെ ഫസ്റ്റ് സൈറ്റ് നമ്മളൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞിട്ട് ചെല്ലുന്നതാണ്. ആ സൈറ്റിൽ പറഞ്ഞ് നമുക്ക് വഴിയെല്ലാം പറഞ്ഞ് നമ്മളങ്ങനെ പോയി. പുള്ളിക്കാരൻ എത്താൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ പോയി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം, എന്ത് കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. ഇനി ആ കാണുന്നത് മുട്ടോളം ചെയറാണ്. അത് കടന്ന് അപ്പുറത്ത് നിന്നാലാണ് നമ്മുടെ സൈറ്റ് സ്പോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോകൾ, ഇവിടുത്തെ വെറൈറ്റി വീഡിയോകൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അവസാനം നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഈ പിറകിൽ കാണുന്നതാണ് സ്പോട്ട്. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇതിനകത്താണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് നമ്മൾ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഞാനൊക്കെ ഇത് തുടങ്ങിയ സമയത്ത് നമുക്ക് കുറേ പേർക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് നമുക്കുണ്ട് ഈ ചാനലിൽ. നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കി, നമുക്ക് അവിടെ സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആക്ടിവിറ്റീസ് ഉണ്ട്, മീനിൻ്റെ ആക്ടിവിറ്റീസ് കൂടുതലാണ്. അടുത്ത സ്പോട്ടിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ 2-3 ടൈമായിട്ട് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നാടൻ വരാലായിരിക്കും. കാരണം ചേറൊക്കെ ആണെങ്കിൽ ഇത്രയും വന്ന് മറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ടൈം ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ വന്ന സമയം ഒത്തിരി ലേറ്റായിപ്പോയി. കാരണം ഇപ്പോൾ മണി ഏകദേശം 7 സംതിങ് കഴിഞ്ഞു, 7-7:30 ആയി കാണും. അപ്പോൾ നമുക്ക് ഇനി അടിക്കണ ഇത്തിരി പാടാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമല്ലേ നോക്കാം. നമ്മൾ ഇവിടെയാണ് മീൻ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആമ്പലിൻ്റെ ഇടയ്ക്ക് നിന്ന് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്ന് നോക്കണം. പയ്യെ കളിപ്പിച്ച് നോക്കി. ഫസ്റ്റ് 2 പ്രാവശ്യം സ്ട്രൈക്ക് കിട്ടി. അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അതങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രൈക്ക് നമ്മൾ മിസ്സായി. ഇത് രണ്ടാമത്താണ്. ഞാൻ പയ്യെ കറക്റ്റ് റിട്രൈവ് ചെയ്യുന്ന സമയത്ത് ശകലം സ്റ്റിക്ക് നമ്മൾ റോഡ് ഷെയ്ക്ക് ചെയ്തേ എടുക്കാറുള്ളൂ. ഷെയ്ക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആക്ഷൻ കുറച്ച് കൂടുതൽ കിട്ടും. ആ സമയത്താണ് കൂടുതൽ നമുക്ക് മീൻ അടിക്കാൻ ചാൻസ് കൂടുതൽ. എന്തായാലും നമ്മൾ ആമ്പലിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളെ ഇന്ന് എടുത്തിട്ടേ ഇന്ന് വിടുള്ളൂ എന്നുള്ള വാശിപ്പുറത്തുണ്ട്. കാരണം വെച്ചാൽ 3-4 പ്രാവശ്യം സ്ട്രൈക്ക് കിട്ടിയിട്ടും അത് ഹൂക്കപ്പ് ആവുന്നില്ല. ചെറിയ വരാലായിരിക്കണം, അല്ലാതെ ഇത്രയും ഹൂക്കപ്പ് ആവാതിരിക്കില്ല. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തി. ഫസ്റ്റ് സ്ട്രൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിച്ച ആ ഹൂക്കായിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പിന്നറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ നാടൻ ചേർക്കാലിനൊക്കെ പിടിക്കാൻ നേരത്ത് സ്പിന്നറാണ് ഏറ്റവും ബെറ്റർ. എന്തായാലും ഊരി പോയിട്ടുണ്ട്. ആശാൻ അങ്ങനെയൊന്നും വിടാൻ പറ്റില്ലല്ലോ. ഒരു 10-300 ഗ്രാം 400 ഗ്രാം അത്രയൊക്കെ വരുള്ളൂ. ഹാഫ് kg വരത്തില്ല. എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. 2-3 പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെന്ന് ചോറിൻ്റെ കൂടെ പിടി പിടിക്കണം. ഇതാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിന് എന്തായാലും അടിച്ച് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. കാരണം നേരം വെളുത്തോണ്ട് നമുക്ക് സ്ട്രൈക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ. പക്ഷേ രാവിലെ ഒത്തിരി നേരത്തെ ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നമുക്കിന്ന് ചേറിന് മൊത്തം പിടിച്ച് കയറ്റാമായിരുന്നു. കറക്റ്റ് വലിയ സൈസുള്ള ചേർമീൻ കിടപ്പുണ്ട് ഇതിനകത്ത്. പക്ഷെ അതിനകത്ത് നടുക്കോട്ടൊന്നും വിശ്വസിച്ച് ഇറങ്ങാൻ പറ്റത്തില്ല. ചേറ് കുഴിയാണ്. കുഴിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചതുപ്പാണ്. നമുക്ക് എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്നിട്ടുള്ള ഫിഷിങ് മാത്രമേ ഉള്ളൂ. അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതുപോലത്തെ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് നെഗറ്റീവ്സ് വരുമ്പോഴത്തേക്കും നമ്മളതിനെ പോസിറ്റീവാക്കി എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. തുടങ്ങിയപ്പോഴേ നമുക്ക് സപ്പോർട്ടിനെക്കാട്ടിയും കൂടുതൽ നെഗറ്റീവ്സ് ആയിരുന്നു. വിട്ടുകളെ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് അവരെ മുമ്പ് നമ്മൾ ഇത്രയെങ്കിലും എത്തിക്കാൻ പറ്റിയെങ്കിൽ, നമ്മൾ 1K സബ്സ്ക്രൈബറെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.